വ്യത്യസ്തമായ രീതിയിൽ സോയാബീൻ ചങ്ക്സ് മസാല ഉണ്ടാക്കാം. എന്നും ഉണ്ടാക്കുന്ന പതിവ് രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റിയായതും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയതുമായൊരു സൈഡ് ഡിഷാണിത്. കഴുകിയെടുത്ത സോയാബീൻ ചങ്ക്സ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ്. അത് നന്നായി സോഫ്റ്റായി വരും. ആ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ അല്പം ഉപ്പും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നീട് നമ്മൾ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കുന്നു. അതിനുശേഷം അല്പം മാരിനേറ്റ് ചെയ്യാനുള്ള മസാലകൾ ആഡ് ചെയ്യണം. ഉപ്പ് വേണം. ഉപ്പിൻ്റെ കൂടെ തന്നെ അല്പം കസൂരി മേത്തിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ദഹി, അതായത് തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്ത് നന്നായി കുഴച്ച് ഒരു 1 hour നമുക്ക് വെക്കാം, അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്കതിൻ്റെ ഗ്രേവിയുടെ പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് ഒരു ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും ഒരു സ്പൂൺ ജീരകവും ആഡ് ചെയ്യുകയാണ്. അത് ഉള്ളിയും ഈ ഇഞ്ചിയുമെല്ലാം വളരെ റഫായിട്ട് കട്ട് ചെയ്തിട്ടിടുകയാണ് ചെയ്യുന്നത്. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മളതിൽ മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നു. അതുകൂടാതെ തന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കണം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ചേർക്കുന്നത്. ഇത് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉള്ളി ചെറുതായൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നന്നായി വഴന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഒരു കടായി ചൂടാക്കി അതേ കടായി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു മസാല മിശ്രിതം നമ്മൾ അരവ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഇളക്കി ആ മസാലയുടെ എല്ലാം പച്ച മണമെല്ലാം മാറിക്കഴിഞ്ഞിട്ട് അതൊരു എണ്ണ വേറിട്ട് വരുന്നൊരു പരുവത്തിലാകും. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ചങ്ക്സ് ആഡ് ചെയ്യാം. സോയാബീൻ ചങ്ക്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊക്കെ നല്ലോണം പിടിക്കട്ടെ അതിൽ ചുറ്റും. അതിനുശേഷം വെള്ളം അല്പാൽപമായി നമുക്ക് ഏതൊരു കൺസിസ്റ്റൻസിയിലാണോ നമുക്ക് ആ ഗ്രേവി വേണ്ടത് അതിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ചെറിയ ഫ്ലെയിമിൽ അതിനെ വേവാനായിട്ട് വെക്കണം. വെന്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഒരു പിടി നമ്മുടെ മല്ലിയില നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കസൂരി മെത്തി നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തുകൊണ്ട് വീണ്ടും അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം അത് നമുക്ക് നല്ല ചൂടോടുകൂടി നമുക്കത് സെർവ് ചെയ്ത് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ കൂടെ നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.